നീണ്ടു നിൽക്കുന്ന ചുമ അഥവാ ക്രോണിക് കോഫ്. നമ്മൾ അഡൽട്സിൽ ഒരു 8 ആഴ്ചയോ അതിൽ കൂടുതലോ നീണ്ടു നിൽക്കുന്ന ചുമയാണ് ക്രോണിക് കോഫ് എന്ന് വിളിക്കുന്നത്. കുട്ടികളുടെ 4 ആഴ്ച അതിൽ കൂടുതലോ. ക്രോണിക് കോഫിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പലപ്പോഴും ഒരു ചെറിയ ഇൻഫെക്ഷന് ശേഷം, അതായത് ഒരു തൊണ്ടവേദന, ഒരു പനിക്ക് ശേഷം തുടങ്ങുന്ന ചുമയായിരിക്കാം. കുറെ ആന്റിബയോട്ടിക്കുകൾ കഴിച്ചു, ചുമയുടെ സിറപ്പുകൾ കുടിച്ചു, പക്ഷെ ആ ചുമ മാത്രം മാറുന്നില്ല. പലപ്പോഴും കഫമൊന്നും ഉണ്ടാവത്തില്ല, ചെറിയൊരു തൊണ്ട ഇറിറ്റേഷനും അതോട് കൂടിയിട്ടുള്ള ഒരു ചുമയായിരിക്കും. ചില പേഷ്യൻസ് പറയാറുണ്ട്, ഞങ്ങൾ സംസാരിക്കാൻ പോലും പറ്റില്ല, സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലെ ഒന്ന് ഉറക്കെ ചിരിച്ചു കഴിഞ്ഞാൽ ചുമ വരുന്നതായിട്ട്. അടുക്കള ഭാഗത്തേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതുവഴി പാസ് ചെയ്ത് കഴിഞ്ഞാൽ ചുമ ഉണ്ടാവാം. ടാൽക്കം പൗഡർ അഥവാ സ്പ്രേ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ചുമ ഉണ്ടാവാം. നീണ്ടു നിൽക്കുന്ന ഈ ചുമ, പ്രത്യേകിച്ച് ഒരു ഇൻഫെക്ഷന് ശേഷം നീണ്ടു നിൽക്കുന്ന ഒരു ചുമയ്ക്ക് നമ്മൾ ന്യൂറോജനിക് കോഫ് എന്നാണ് പറയുന്നത്. അതായത് തൊണ്ടയിലെ നാഡികളെ അഫക്ട് ചെയ്യുന്ന ചില വൈറസുകൾ ഉണ്ടാക്കുന്ന ചുമയാണ്. പക്ഷെ ഇതൊരു ന്യൂറോജനിക് കോഫ് ആണോ അതോ വേറെ എന്തെങ്കിലും കാരണമാണോ എന്ന് അറിയാനായി ഒരു ENT സർജനെ കണ്ട് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇങ്ങനത്തെ പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന തൊണ്ട പരിശോധിക്കാനായിട്ട് ഒരു എൻഡോസ്കോപ്പി ചെയ്യാറുണ്ട്. ഈ എൻഡോസ്കോപ്പിയുടെ ഗുണം എന്ന് വെച്ചാൽ തൊണ്ടയ്ക്കുള്ളിൽ നിന്നും വരുന്ന ഏതെങ്കിലും ഒരു കാരണമാണോ ഈ ചുമ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. എൻഡോസ്കോപ്പി എന്ന് പറയുമ്പോൾ ഒട്ടും പെയിൻഫുൾ അല്ലാത്ത ഒരു പ്രൊസീജിയറാണ്. പെട്ടെന്ന് നമുക്ക് OP തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ്. ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള കോസസ് എന്ന് വെച്ചാൽ ത്രോട്ടിൽ ഉണ്ടാകുന്ന ഒരു ക്യാൻസറിന്റെ തുടക്ക ലക്ഷണവും ചിലപ്പോൾ ഒരു ചുമയായിരിക്കാം. എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആസിഡ് റിഫ്ലക്സ് കൊണ്ടും ചിലപ്പോൾ ചുമയുണ്ടാവും. ഇതെല്ലാം തിരിച്ചറിയാൻ സഹായിക്കുന്നത് ഈ എൻഡോസ്കോപ്പിയാണ്.